2025 ഒരു അടിപൊളി വർഷമായിരുന്നു അല്ലേ? എനിക്കതെ. കാരണം ഇതിനു മുന്നേ കടന്നുപോയ ഒരുപാട് വർഷങ്ങൾ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് 2025 എന്ന് പറയുന്നത് അടിപൊളി വർഷം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വെറുക്കുന്ന വർഷം എന്ന് വെച്ചാൽ 2018. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ ഒരു വർഷം എൻ്റെ ലൈഫ് ഒരു ബുക്കാണെങ്കിലും ഞാൻ അല്ല, നമ്മളിപ്പോൾ അത് പറയാനല്ലല്ലോ അല്ലേ. അപ്പോൾ 2025 അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ ഒരു റീക്യാപ്പ് വീഡിയോ ചെയ്ത് വെച്ചാലോ. കാരണം അനക്കൊരു സുഖമുണ്ട്. ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തിട്ടാലും ഞാൻ എന്റെ വീഡിയോസ് ഞാൻ പലതവണയായിട്ട് കാണലുണ്ട്. എല്ലാവരും മെമ്മറീസാ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ എന്നൊക്കെ ഓർമ്മയിട്ടാ, ഷട്ടിൽ കളിക്കാൻ പോയ വീഡിയോ. അത് കാണുമ്പോഴേ അതൊരു മെമ്മറിയാണ്. അപ്പൊ അതുപോലെ എന്റെ ഈ വർഷം മുഴുവൻ എന്താണെന്ന് ഞാൻ നോക്കുമ്പോ എനിക്കൊരു ഫീൽ കിട്ടണം. മനസ്സിലായ സംഭവം? മനസ്സിലായ? പിന്നെ വീഡിയോയിലൊക്കെ കിടക്കല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെന്താ നോൺ സ്റ്റോപ്പ് ബ്ലാബ്ല? ഞാൻ നോൺ സ്റ്റോപ്പ് ബ്ലാബ്ല എന്നുള്ള പേര് ഞാൻ ഈ വർഷം 2-3 തവണയായിട്ട് ഞാൻ മാറ്റി വെക്കും. അതായത് ചാനലിൻ്റെ പേര് നോൺ സ്റ്റോപ്പ് ബ്ലാബ്ല മാറ്റിയിട്ട് എൻ്റെ സ്വന്തം പേര് വെച്ച് അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല ആ ചാനല്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നോൺ സ്റ്റോപ്പ് ബ്ലാബ്ല തന്നെ ആക്കി ഗായ്സ്. അപ്പം നമുക്ക് ആദ്യത്തിൽ നിന്ന് തുടങ്ങാം. 2025 ജനുവരി മാസം. അന്ന് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? യെസ്, ഞാൻ അപ്പോൾ ബേബി കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗോൾഡൻ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞത് ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഒരു നല്ല തീരുമാനം എന്ന് പറയുന്നത്. നമ്മളൊരു 4 പേരുണ്ടായിരുന്നു തുടക്കത്തിൽ, പിന്നെ അത് 3 പേരായി. പക്ഷെ എന്താ പറയുക, ആ ബോണ്ടിങ്ങില്ലേ, ഞാൻ പറയാമല്ലോ, ഇത്രയും ലൈഫിൽ എൻ്റെ ഇത്രയും കാലത്ത് എൻ്റെ എത്ര ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ, അതിൽ ഈ ഒരു ഫ്രണ്ട് മാത്രമാണ് ഇപ്പോഴും ഇന്ന് രാവിലെയും കൂടി എനിക്ക് മെസ്സേജ് അയച്ചത്. ഹായ് ഗൈസ്, നമുക്കിന്നൊരു വിശിഷ്ടാതിഥിയുണ്ട്. വിശിഷ്ടാതിഥി ഇതാണ് നമ്മളുടെ വിശിഷ്ടാതിഥി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് 2025 തുടങ്ങുമ്പോഴേ നമ്മൾ ഓരോന്നും മാനിഫെസ്റ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പം അതിലുള്ളൊരു സെറ്റ് സംഭവമാണ് പല്ലിന് കമ്പിയിടുകയാണ്. പക്ഷേ നിങ്ങൾ ഇക്കാര്യം മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒന്നെൻ്റെ പല്ലിന് ക്ലിപ്പിടണം. എന്നെ കൊണ്ട് പറ്റില്ല. വാട്ടെവർ, ഞാനങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പല്ലിന് ക്ലിപ്പിട്ടത്. അതിൻ്റെ ഈ കൊല്ലല്ലേ, അതെല്ലാം ഇങ്ങനെ പല്ലുകളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പല്ലിന് ഇങ്ങനെയായിരുന്നു ഒരു പല്ലുണ്ടായിരുന്നത്. അതൊക്കെ അവരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നിന്നോട്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ പല്ലിന്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു ഗൈസ്. ജനുവരിയിൽ. അതാരാന്നല്ലേ? നമ്മളെ നെക്സുക്കുട്ടൻ. ഈ കാണുന്നതാണ് നെക്സുക്കുട്ടൻ നമ്മുടെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസും അയച്ചിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആള്. ഞാൻ പറഞ്ഞു, അച്ഛാ നമ്മളെടുക്കാൻ പോവാ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അത് കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഈ 2025 കാർ ഓടിക്കാൻ പഠിക്കും, ലൈസൻസ് എടുക്കും, എന്നിട്ട് ഇത് ഞാൻ എടുത്ത് ഓടിച്ച്. ഒന്നും നടന്നില്ല. അങ്ങനെ ഇപ്പം എല്ലാം ഒപ്പരം നടക്കണമെന്നില്ലല്ലോ. ഏത് പിന്നെ ഫെബ്രുവരിയിലേക്ക് വരികയാണെങ്കിൽ അതിപ്പം ഞാനെങ്ങനെ പറയുക, അതൊരു 1.5 മാസമായിരുന്നു. ഞങ്ങൾ 5-8 കൊല്ലം പ്രേമിച്ചിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം വീട്ടിലറിഞ്ഞിട്ട് അവർ ഓക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസമല്ല എനിക്ക് മൈൻഡിലുണ്ട്, ഇതെനിക്ക് ഓർമ്മയാണ്. എൻ്റെ അത്രയും ഇതായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. എനിക്കിത് വ്ലോഗ് ചെയ്യണം, എനിക്ക് വീഡിയോസ് എടുത്ത് വെക്കണം, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അന്നത്തെ ആ എക്സൈറ്റ്മെൻറ്റിൽ എനിക്കൊന്നും
എനിക്ക് എന്നാ ഇവിടെ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകാത്തൊരവസ്ഥയായി പോയി. പിന്നെ മാർച്ച് ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ബേബി കെയറിന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബേബി കെയറിന്ന് രാജിവെച്ചിറങ്ങുകയാണ്. കൃത്തിക്ക് എൻ്റെ സന്തത സഹചാരി ഓന് സങ്കടം എന്നാ പറയുന്നത്. ഓൻ എന്നിട്ട് ഇന്ന് ഭക്ഷണം എടുക്കാണ്ട് വന്ന് വിശക്കുന്നില്ല, കഴിക്കുന്നില്ല, ഞാൻ പോന്നതിൻ്റെ സങ്കടം അല്ലേ കൃത്തിക്കേ? ബെറ്റർ ഓപ്ഷൻ വന്നുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഈ നിമിഷവും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും ബെറ്റർ ഓപ്ഷൻ നോക്കിയതും വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിക്ക് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറി. അത് വെച്ചാൽ നമ്മൾ കണ്ണൂർ ടൗണിൽ തന്നെ പുതിയതായിട്ട് വന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് വല്ലാണ്ട് എനിക്ക് ഫസ്റ്റ് പോകുമ്പോൾ തന്നെ നല്ല വൈബുള്ള 3-4 പേരെ കിട്ടി. അവരെ അടിപൊളിയാണ്, അടിപൊളി. എനിക്ക് അവിടുന്ന് കിട്ടിയ ജമ്മ് എന്ന് പറയില്ലേ, ഈ സാധനം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ അവിടുത്തെ ജോലി, ഞാനിപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ അങ്ങോട്ടുള്ള മാസത്തിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ രാവിലെ എണീക്കും, പോകും, പണിയെടുക്കും, രാത്രിയാകുമ്പോൾ തിരിച്ചു വരും. എനിക്ക് വേറെ ഒന്നും അത് ഭയങ്കര പട്ടിപ്പണിയായിരുന്നു അവിടെ. ഞാൻ എന്നിട്ട് അവിടുത്തെ ജോലി ഒഴിവാക്കി. ഒരു 6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിന്. അത് കഴിഞ്ഞ് ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് വന്നിട്ട് ഇവിടെ ആ ഫീൽ ചെയ്യുന്നു. പിന്നെ ജൂണിൽ എനിക്കത്ര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ല സംഭവിച്ചു. ജൂൺ തുടക്കത്തിൽ തന്നെ എനിക്കത്ര ഒരു ഹാപ്പി ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയുള്ള ഒരാൾ നമ്മളെ വിട്ടിട്ട് പോയി. അത് പക്ഷേ എനിക്ക് ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മൈൻഡിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ജൂലൈ മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് 2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത്. അത് എവിടെയാന്ന് വെച്ചാൽ ഒന്നാമത്തെ പറഞ്ഞാൽ, രണ്ടാമത്തെ പറഞ്ഞാൽ ആസ് എ കണ്ണൂർക്കാരി ഞാൻ ഇച്ചിരി ഉളുപ്പുമാണ്. എനിക്ക് ഉളുപ്പ്. 10-24 കൊല്ലം ഈ കണ്ണൂരിൽ ജീവിക്കുന്നു. ജനിച്ചതും വളർന്നതല്ല ഈ കണ്ണൂർ. എന്നിട്ട് ഇന്നേ വരെ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉളുപ്പാണ് ചങ്ങായി കേട്ടാ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കളരിവാതുക്കൽ ക്ഷേത്രം, അവിടെ ഞാൻ വിസിറ്റ് ചെയ്ത്. എനിക്ക് അത് ഒരു ഫീലാ. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയല്ല, പക്ഷേങ്കിൽ എൻ്റെ മൈൻഡിൽ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, അതെനിക്ക് അവിടെ നിന്ന് കിട്ടീന്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഈ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൂടെയാണ് ഞാൻ പോയത്. നമ്മൾ 5 പേര് വേറെ എവിടത്തേക്കുമല്ല, പൈതൽമലയിലേക്കാണ് പോയത്. ശരിക്കും പറഞ്ഞ ഗൈസ്, തലേന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ, സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് തന്നെ, എടാ സോക്സ് ഷൂസ് എല്ലാം ഇട്ടിട്ടേ പോകാവുള്ളൂ, അവിടെ അട്ടയുണ്ട്, അട്ട കടിക്കും. ഓക്കെ, ഞാൻ എന്നിട്ട് പിന്നെ വർക്കിന് പോകുമ്പോൾ ഇടുന്ന ഷൂ തന്നെ ഇട്ടിട്ട് ഞാൻ പോയി. പക്ഷെ എന്താ കാര്യം എന്നറിയോ, അവിടെ പോയിട്ട് ഫസ്റ്റ് അട്ട കടിച്ചത് തന്നെ. ഞാനിന്ന് പൊട്ടന. പക്ഷെ അതൊരു ഫീൽ തന്നെയാണ്. അത് നടന്ന് കയറുന്ന സമയത്തില്ലേ മനസ്സ് മടുത്തു പോയിന്, വരണ്ടായിരുന്നു. പക്ഷെ മേലെത്തിയപ്പോൾ അതെങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യാം? പിന്നെ അതായാലും ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇടക്ക് പോയതാ. പിന്നെ വീണ്ടും വർക്കിലേക്ക് വന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആഗസ്റ്റിലും സെപ്റ്റംബറിലും കാര്യമായിട്ടൊന്നും സെപ്റ്റംബർ മാസം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അതെന്താണെന്നുള്ളത് അതിന് ശേഷമാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏൻ്റീൻ്റെ അടുത്ത് നിൽക്കാൻ പോയി. എൻ്റെ
ധന്യേനീൻ്റെ അടുത്ത്. അവിടെ എൻ്റെ ആദിയുണ്ട്, ഞാനും ആദിയും, പിന്നെ ദാനൂട്ടെ, അമ്മമ്മ ഉണ്ടായിരുന്നു അവിടെ, പ്രകാശാപ്പൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അടിപൊളിയാക്കി കുറേ കാലം എന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ച. പക്ഷെ അത് എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് അത് കുറേ ഉപകാരം ചെയ്തതിന്. എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഒരുപാട് മെച്ചപ്പെട്ട്, ചിന്താഗതി ആയിക്കോട്ടെ, പെരുമാറ്റം ആയിക്കോട്ടെ, ഒരുപാട് മെച്ചപ്പെട്ട് ഞാൻ. ഞാൻ അത് പറഞ്ഞില്ല അല്ലേ, ആഗസ്റ്റ് മാസം തൊട്ട് എൻ്റെ കൂടെ ഒരാളും കൂടി. ഓൾറെഡി കാഴ്ചക്ക് കുറച്ച് കുറവുണ്ടേ, പക്ഷെ എനിക്ക് കണ്ണട വെക്കാൻ അത്ര ഇഷ്ടമല്ല. ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞിയായിരുന്നപ്പോൾ 1-ാം ക്ലാസ്സിലും മറ്റോ ആണ് ഇങ്ങനെ ഒരു കമ്പിയല്ല, എന്താ ചെടിയുടെ ഒരു കുറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എൻ്റെ കണ്ണ് തറപ്പിച്ചു കൊടുത്തേന്. അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കണ്ണാടി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ വർഷം ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിന്. അതാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ബുക്ക് വായിക്കുന്നു പറഞ്ഞിട്ട് എടുത്തു വെക്കും, വായിക്കൂല. പക്ഷെ ഇപ്രാവശ്യം ലോട്ട്സ് ഓഫ് ബുക്സ്. പിന്നെ നവംബർ ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടി മാത്രമേ ഉള്ളൂ, കാരണം മൈക്ക് പിടിയാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ജനുവരിയിൽ എൻ്റെ പല്ലിന് ക്ലിപ്പിട്ടേരെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഒത്തുമോൾക്ക് പല്ലിന് ക്ലിപ്പിട്ട് കൊടുക്കണം. ജനുവരി കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ്, ഫെബ്രുവരി കഴിഞ്ഞ്, മാർച്ച് കഴിഞ്ഞ്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയപ്പോഴാണ് പിന്നീട് എനിക്ക് ബോധോദയം ഉണ്ടായത്. അപ്പോൾ പിന്നെ നവംബർ മാസം ഞാൻ കൂട്ടിയിട്ട് പോയിട്ട് ഓക്കെ പല്ലിന് ക്ലിപ്പിട്ട് കൊടുത്തു. ഷീ ഈസ് വെരി ഹാപ്പി. ഐ എം എ പ്രൗഡ് ചേച്ചി. സൂപ്പർ അല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. ദാണ്ടെ ഇവിടെ ആയിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഞാൻ കൊടുത്തേക്കാം, കാണുക. അതിൽ കമൻ്റ് ഇടുക എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്ന്. എന്താ പറയുന്നത്? അപ്പോൾ ഗൈസ്, ബൈ.